അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നത് മാരുതി സുസുക്കിൻ്റെ സെഡാൻ ടൈപ്പിലുള്ള രണ്ട് സിയാസാണ്. ഒന്ന് കോഫി കളറും ഒന്ന് ഗ്രേ കളറുമാണ് വണ്ടി വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. രണ്ട് വണ്ടിയും ഡീസലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 20-22 കിലോമീറ്റർ വരെയൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. മാരുതി സുസുക്കിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റ് വരുന്ന വാഹനങ്ങളാണ് സിയാസ്. നെക്സയിലാണ് വണ്ടി ഇറങ്ങുന്നത്. സെഡാൻ ടൈപ്പ് വാഹനങ്ങൾ ദൂരയാത്രക്കൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടായിരിക്കും. സിയാസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജും കിട്ടും വണ്ടിക്ക്. പിന്നെ മാരുതിൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും വണ്ടിക്ക്. പാർട്സിനൊക്കെ ചെറിയ റേറ്റേ ഉണ്ടാവുള്ളൂ. എല്ലാ ഭാഗത്തും നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വരുന്നത് 2015 മോഡലാണ്. VDI പ്ലസ് ആണ് വണ്ടി. 3,90,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. അടുത്ത വണ്ടി വരുന്നത് ഡീസൽ ഹൈബ്രിഡാണ്. ZDI പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. 5,30,000 രൂപ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ രണ്ട് വണ്ടി നിലവിൽ നമ്മളെ കഴിയുമ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിന് തന്നെ വരുന്നത് 2015 മോഡലാണ്. ഡീസലാണ് വണ്ടി. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ്. 1,42,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പക്ഷേ ഗ്രേ കളറിലാണ്. വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത് VDI പ്ലസ് ആണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷനാണ് വണ്ടി നിലവിലുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ വണ്ടി നിലവിലുള്ളത്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വണ്ടിയുമല്ല. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിൻ്റെ വണ്ടി. നല്ല വൃത്തിയുള്ളൊരു സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ VDI പ്ലസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾ, പിന്നെ കമ്പനി സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ് AC, റിയർ AC, അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് വരും. ടയർ ഭാഗമൊക്കെ ഒരു ആവറേജ് ടയർ വണ്ടിക്കുള്ളൂ. വണ്ടിക്ക് പിന്നെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ABS ഒക്കെ വരുന്ന വണ്ടിയാണ്. ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ സെഡാൻ ടൈപ്പ് വാഹനമായതുകൊണ്ട് അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട്. ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ പോകും. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,90,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3,45-3,80 വരെയൊക്കെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഒരു ഡീസൽ വാഹനം. അടുത്ത വണ്ടി വരുന്നത് 2016 മോഡലാണ്. ഡീസലാണ് വണ്ടി. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ZDI പ്ലസ് ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. 90,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനാണ് വണ്ടി. പിന്നെ ആ വണ്ടി ഹൈബ്രിഡാണ് വരുന്നത്. ഇൻറ്റീരിയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിൻ്റെ വണ്ടി. പിന്നെ ZDI പ്ലസ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരും വണ്ടിക്ക്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ് AC, 2 എയർ ബാഗ് വരും. ABS, റിയർ AC, റിയർ നമുക്ക് ചാർജിങ്ങുള്ള സംവിധാനമൊക്കെ ബാക്കിലും വരും. അപ്പോൾ എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. അലോയ് വീല്. ടയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട് വണ്ടിക്ക്. പിന്നെ എൻജിൻ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ വേറെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ലീക്ക് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും വണ്ടിക്കില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ ഉള്ളത്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 5,30,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,80,000 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വണ്ടി നിലവിൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിലൊരു സെഡാൻ ടൈപ്പ് ഡീസൽ വാഹനങ്ങളും അതുപോലെ തന്നെ സിയാസൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും. അത്യാവശ്യം നല്ല വൃത്തി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളാണ്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഏകദേശം 20-22 കിലോമീറ്റർ വരെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലും സിയാസൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.